മോഡസ്റ്റി ഈസ് ദ ബെസ്റ്റ് ജുവൽ ഓഫ് എ വുമൺ. ഇസ്ലാമിൽ നമുക്ക് ഹിജാബ് ഇടുന്നതാണ് നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹിജാബ് ലുക്ക് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വേണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിജാബ് ട്യൂട്ടോറിയലിൽ 4 ഫാക്ടേഴ്സ് മസ്റ്റായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. ഒന്ന്, ഹിജാബിൻ്റെ പിന്ന്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇടുന്ന പിന്ന് ഫസ്റ്റ് ടൈമിലൊക്കെ എല്ലാവരും ഈ ഒരു സൈഡിലായിട്ടാണ് ഹിജാബിൻ്റെ പിന്ന് എൻഡ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഇപ്പം അത് കുറച്ച് താഴ്ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ ചിന്നിൻ്റെ ആ പോർഷനിലാണ് ഇപ്പോൾ ഹിജാബിൻ്റെ എൻഡിൽ പിന്ന് വരുന്നത്. ഇനി ഫാക്ടർ നമ്പർ 2 പറയുന്നത്, നമ്മൾ ഹിജാബിൻ്റെ ഫസ്റ്റ് ലെയർ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ലെയർ എടുക്കരുത്. ഇപ്പോഴത്തെ പുതിയൊരു ഹിജാബ് ട്യൂട്ടോറിയലിൽ ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത് ഫോൾഡ് ചെയ്യാത്ത പ്ലെയിൻ ആയിട്ടുള്ള ആ സ്റ്റിച്ചിങ് കാണുന്ന രൂപത്തിലുള്ള ഒരു ഫസ്റ്റ്, അതായത് ഫോൾഡ് ചെയ്യാത്ത ലെയർ തന്നെയാണ് ഇപ്പോഴുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഹിജാബ് ഇടുന്നതിന്. ഇനി ഹിജാബ് ഇടുന്നതിൻ്റെ 3ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഹിജാബ് നമ്മൾ റോൾ ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഹാങ് ചെയ്തിട്ടുള്ളൂ. 2 ഭാഗത്തും ഇല്ല. 2 ഭാഗത്തും ബാക്കി വരുന്ന പോർഷൻ ഉണ്ടായില്ല. ഒരൊറ്റ ഭാഗത്തേക്ക് മാത്രം ഹിജാബ് ഹാങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 4ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ ഹിജാബിൻ്റെ ഫസ്റ്റ് ലെയർ എടുത്തിട്ട് നമ്മളുടെ കണ്ണിൻ്റെ ആ ഒരു പോർഷനിലായിട്ട് നമ്മളൊന്നിങ്ങനെ തിരികെ വെക്കുമായിരുന്നു. ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അത് കണ്ണിൻ്റെ പോർഷനിൽ കുറച്ച് മേലോട്ടാക്കിയിട്ട് നമ്മളെ മുഖം അത്യാവശ്യം നല്ല വീതിയിൽ കവർ ചെയ്യാണ്ട് ഹിജാബ് കുറേ ബാക്കോട്ടായിട്ട്, ഫ്രണ്ടിൽ മാക്സിമം നെറ്റിയൊക്കെ കണ്ട് ഹിജാബ് കുറേ ബാക്കോട്ടായിട്ടാണ് ഇപ്പോഴത്തെ രീതിയിൽ വരുന്നത്. അതായത് പണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫ്രണ്ടിലൊരു കോണ് മേക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് നമ്മളുടെ ഐസിൻ്റെയൊക്കെ എൻഡൊന്നും അത്ര വിസിബിൾ ആയിരുന്നില്ല. നമ്മളെ ഫേസ് അധികം വീതിയില്ലാതെ കുട്ടി ഫേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെ ഫേസ് മാക്സിമം പുറത്തേക്ക് വന്നിട്ട് നമ്മളെ ഹെയർ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ കറക്റ്റ് ഭാഗത്തൂടെയാണ് ഹിജാബ് റോൾ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്കൊന്നുമില്ല. നമ്മളെ ഐസിൻ്റെ പോർഷനൊക്കെ കഴിഞ്ഞ് നമ്മളുടെ നെറ്റിയുടെ പോർഷൻ മാക്സിമം പുറത്തേക്കെടുത്ത് ബാക്കി വരുന്ന എൻഡ് പോർഷനിലൂടെയാണ് ഹിജാബ് റോൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കാണാൻ വേണ്ടിയിട്ട്, നമ്മളെ മുഖം കാണാൻ വേണ്ടിയിട്ട് നല്ല വലുപ്പവും നല്ല വീതിയും ഒക്കെ ഉണ്ടാവും. സോ ഇതാണ് 2023 ഇറങ്ങിയിട്ടുള്ള ഹിജാബിൻ്റെ മേജർ അപ്ഡേറ്റ്സ്. സോ ഇനി ഹിജാബ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 4 ഫാക്ടേഴ്സ് ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.